ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനീർ പെപ്പർ മസാല ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 200 ഗ്രാം പനീറാണ് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. 1/4 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ഇതാക്കണം. നമ്മൾ ഒരുപാട് ഇട്ട് തേച്ച് പിടിപ്പിച്ചാൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇത് മസാല എല്ലായിടത്തും ആകും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്താ ഇതുപോലെ ഒരു 3 പച്ചമുളക്, ഒരു 3 വെള്ളുള്ളി, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ. നമുക്ക് ചൂടായ ചട്ടിയിലോട്ട് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ പനീർ ഇങ്ങനെ നിരത്തി കൊടുക്കാം, ഫ്രൈ ആക്കാനേ. നമുക്ക് ഗോൾഡൻ കളർ ആകുന്ന വരെ ഇതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ പനീറൊക്കെ ഇതുപോലെ ഒരു സൈഡ് ഒരു മെറൂൺ കളർ ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ ഇടണം. സിമ്മിലിട്ടാൽ ആവില്ല. മീഡിയം ഫ്ലെയിമിൽ തീ ഇട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് ആവില്ല. അങ്ങനെ നമുക്കിതെല്ലാം അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ആയി കഴിയുമ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ പനീറൊക്കെ ഈ പരുവായിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓഫാക്കാവേ. അടുപ്പ് ഓഫാക്കിയിട്ട് കോരി മാറ്റാം. ഇനി നമ്മൾ പനീർ റോസ്റ്റ് ചെയ്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്ക് ഇച്ചിരി ഗ്രാമ്പൂ, ഏലക്കയും കറുവപ്പട്ടയെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്, ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 2 സവാള ഈ ഒരു വലിപ്പത്തിൽ പൊടിയായിട്ട് കട്ട് ചെയ്താണ്, അതും കൂടെ ഇട്ടാം. വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. സവാള ഇത്രയും വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെള്ളുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാതെ നന്നായിട്ട് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വഴറ്റാൻ. ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചുകൊണ്ട്, നമ്മൾ സവാള എത്രണ്ണം എടുക്കുന്ന അതിൻ്റെ നേരെ പകുതി തക്കാളി, 2 സവാള എടുത്തപ്പം 1 തക്കാളി. ഇതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഞാനിതിലേക്ക് മസാല നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതുപോലെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക്
നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാവേ. കൂടത്തിൽ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ. നമുക്കിനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒരുവിധം ചതച്ച് വെച്ച ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കാം. നമ്മുടെ പനീർ പേപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് പനീർ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റായി. എന്തിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. നല്ല ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയൊക്കെ കൂടെ ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും ചെയ്യണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. താങ്ക് യു.